മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ചവർ പോലെയാണ് ഫോൺസ് ലോഞ്ച് ആവുന്നത്. അതിപ്പോൾ റിയൽമിയുടെ സൈഡ് ആണെങ്കിലും മോട്ടറോള ആണെങ്കിലും ഇപ്പോൾ ചവർ പോലെ ഫോൺസ് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. ഇപ്പോൾ 25,000 എന്ന് പറയുന്ന പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഫോൺസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇത് മേടിക്കണോ അത് മേടിക്കണോ, സെയിം ചിപ്സെറ്റുള്ള 3-4 ഫോൺസ് കാണും, അല്ലെങ്കിൽ സെയിം സ്പെസിഫിക്കേഷൻ ഉള്ള ഒരേ ബ്രാൻഡിൽ നിന്ന് തന്നെ 3-4 ഫോൺസ് കാണും. അപ്പോൾ അതിലേത് മേടിക്കണോ എന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോ കൂടെ കൺഫ്യൂഷൻ മാറ്റി തരാം. 25,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോൺസിനെ പറ്റിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബെസ്റ്റ് ഫോൺസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ലെങ്കിൽ ഇന്ന ഫോണാണ് നിങ്ങൾ മേടിക്കണം അങ്ങനെ ഞാൻ പറയത്തില്ല. ചിലർക്ക് ഗെയിമിംഗ് ആയിരിക്കും ആവശ്യം, ചിലർക്ക് ക്യാമറ പെർഫോമൻസ് ആവശ്യമുള്ള ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ അതിൻ്റെ പർപ്പസ് നോക്കി മേടിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഗെയിമിംഗ് ഫോണിനെ പറ്റിയാണ്. അപ്പോൾ ഗെയിമിംഗ് ഫോൺ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈസിന് നല്ലൊരു ചിപ്സെറ്റ് വേണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്താലും ചിപ്സെറ്റും ഡിസ്പ്ലേയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല മോഡലാണ് പോക്കോൻ്റെ X6 Pro എന്ന് പറയുന്നത്. ശരിയാണ്, പോക്കോൻ്റെ മദർ ബോർഡ് ഇഷ്യൂ ഒക്കെ പണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ പുതിയ ഫോൺസിലൊന്നും പോക്കോൻ്റെ മദർ ബോർഡ് അടിച്ച് പോകുന്നതായിട്ടൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇതും സേഫ് ആയിരിക്കുമെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെയാണ് ബിഗ് ബില്യൺ ഡേയ്സും മറ്റേ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരുന്നുണ്ട്. ഇതിൽ പറയുന്ന മിക്ക ഫോൺസിനും നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ ചാടിക്കയറി മേടിക്കേണ്ട, ഓഫേഴ്സിന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് 24,000 റുപ്പീസൊക്കെ അടുപ്പിച്ചാണ്. അപ്പോൾ 24,000 എന്ന് പറയുന്ന പ്രൈസ് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഒരു 21-ഉം 22-നൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല ഓപ്ഷനാണ്. അങ്ങനെ പറയാനുള്ള കുറേ റീസൺസ് ഉണ്ട്. മെയിനായിട്ട് ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റ് ഡയമണ്ട്സിറ്റിയുടെ 8300 അൾട്ര എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു ബ്രാൻഡും ഈ ഒരു ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ഈ ഒരു പ്രൈസ് പോയിന്റിനും ബാക്കിയുള്ള ബ്രാൻഡ്സ് എന്തുകൊണ്ടാണ് ഇത് എടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ വളരെ നല്ല ചിപ്സെറ്റാണ്. ഗെയിമിംഗ് പെർഫോമൻസ് ഈ പ്രൈസ് പോയിന്റിന് ദി ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന ഫോണാണ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടും. മാത്രമല്ല ഡിസ്പ്ലേയും അടിപൊളിയാണ്. 6.67 ഇഞ്ചിൻ്റെ ഒരു 1.5K റെസൊല്യൂഷൻ വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല തിൻ ബെസൽസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേയും കൂടിയാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ക്യാമറ അത്യാവശ്യം കിടിലൊന്നുമല്ല, ഒരു ആവറേജ് ക്യാമറയാണ്. പക്ഷേ ഗെയിമിംഗ് ഫോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. നെക്സ്റ്റ് ആയിട്ട് ഓവറോൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഫോണാണ് നമുക്ക് iQൻ്റെ Z9S Pro എന്ന് പറയുന്ന ഡിവൈസ്. കർവ്ഡ് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അപ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ ആണ്, അങ്ങനെ ഡിസ്പ്ലേ വേണം എന്നുള്ളവർ മാത്രം ഈ ഒരു ഫോൺ മേടിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് നല്ല ചിപ്സ് കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 7th Gen 3 കിട്ടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ നെഗറ്റീവ്സ് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ UFS സ്റ്റോറേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ UFS 2.2 ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് LPDDR4X RAM ടൈപ്പ് ഒക്കെയാണ്. UFS 2.2-നാണ് ഇവിടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. വേറൊരു ബ്രാൻഡ് നമുക്ക് UFS 3.1 തരുന്നുണ്ട്. എന്നിരുന്നാലും ക്യാമറ പെർഫോമൻസും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചിപ്സെറ്റും നല്ലൊരു ക്യാമറ ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിവൈസിലെന്ന് പറയുന്നത്. ഇത് സെയിം ഡിവൈസാണ് വിവോൻ്റെ T3 Pro എന്ന് പറയുന്ന ഡിവൈസ്. രണ്ട് ഡിവൈസും അത്യാവശ്യം നല്ലതാണ്, റെക്കമെൻഡഡ് ഡിവൈസുകളാണ്. അങ്ങനെ മെയിൻ പറയാനുള്ളത് അത്യാവശ്യം നല്ല ക്യാമറയുണ്ട്, പെർഫോമൻസിലും വലിയ രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്യേണ്ടി വരത്തില്ല. എന്നാൽ വേറെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. അത്രമാത്രം മോഡേൺ ഫീലിംഗ് അല്ല ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു ഓൾഡ് സ്റ്റൈൽ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഷവോമി ആയിട്ടോ അല്ലെങ്കിൽ റിയൽമി ആയിട്ടോ വേറെ ഏത് ബ്രാൻഡായിട്ടോ കമ്പയർ ചെയ്താലും ആ ഒരു മോഡേൺ ഫീൽ എന്തായാലും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് ആഡ്സും ബ്ലോട്ട്വെയറും എല്ലാം ഉണ്ട്. അത് ഈ ലിസ്റ്റിൽ പറയുന്ന മിക്ക ഫോൺസിലും കാണുന്നതായിരിക്കും. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് iQവും വിവോയും ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺസ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ക്യാമറയും നല്ലൊരു ഓവറോൾ ഫോൺ വേണമെങ്കിൽ. അപ്പോൾ അടുത്ത ലിസ്റ്റിലുള്ള ഫോൺ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോണാണ്. ഈ ഫോണിൻ്റെ പേരാണ് നമ്മുടെ നത്തിങ് ഫോൺ 2A. അപ്പോൾ നത്തിങ് ഫോൺ 2A നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഡയമണ്ട്സിറ്റി 7200 Pro എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നല്ല ഒരു രീതിയിലുള്ള ബ്ലോട്ട്വെയർ ഒന്നും കിട്ടുന്നില്ല. അത്യാവശ്യം ഫീച്ചർ റിച്ചും ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പിന്നെ ഗ്ലിഫ് ഇൻ്റർഫേസും അങ്ങനത്തെ ഫാൻസി പരിപാടിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി സ്പെസിഫിക്കേഷൻ നോക്കാനാണെങ്കിലും ഈ ഒരു ഫോൺ അത്രമാത്രം എന്താ പറയുക, ഒരു നോർമൽ യൂസറിന് പറ്റിയൊരു ഫോണാണ്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും. വലിയ രീതിയിലുള്ള ലാഗോ ഒന്നുമില്ലാത്ത നോർമൽ യൂസറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ്. എന്നാൽ ഗെയിമിങ്ങിനുള്ള ഫോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം. ഒരു ഡീസൻറ്റ് ക്യാമറ മതിയെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് എന്നെ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈസി ആയിട്ട് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്കിന്ന് മേടിച്ചൊട്ടിക്കുന്നത് റെക്കമെൻഡഡ് ആണ്. പിന്നെ നല്ല ഫോൺ തന്നെയാണ്. നല്ല ഡിസ്പ്ലേ ഒക്കെ നോക്കുകയാണെങ്കിലും AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ബെസൽസ് ഒക്കെ കുറഞ്ഞൊരു ഡിസ്പ്ലേ ആണ്.
തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ആയിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. ഇനി നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് ഒരു 1000 രൂപയും കൂടെ എക്സ്ട്രാ മുടക്കാനുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്യാമറ ഡിവൈസ് ആണ് റിയൽമിയുടെ 12 Pro Plus എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മോഡലിൻ്റെയും കാട്ടും ബാക്കിലോട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു 12 Pro Plus എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണോ അല്ലെങ്കിൽ ഒരു ഹെവി ഗെയിമിംഗ് ഫോണൊന്നും അല്ല, എന്നാൽ ക്യാമറ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അങ്ങനെ പറയാനുള്ള കുറേ റീസൺസ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പല പ്രൈസാണ് കാണാൻ പറ്റിയത്. എന്നിരുന്നാലും ഒരു 26,000 അല്ലെങ്കിൽ ഇപ്പം വരുന്ന ബിഗ് ബില്യൺ ഡേയ്സിൽ 25,000 റുപ്പീസിനകത്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. 25,000 റുപ്പീസിനകത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ മേടിക്കുക. കാരണം ക്യാമറ പെർഫോമൻസ് വേണമെന്നുള്ളൊരു മേടിക്കുക. അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ക്യാമറയിൽ ടെലിഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അത് വളരെ യൂസ്ഫുൾ ആണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ മാത്രമല്ല റിയൽമിയുടെ ഈ ഒരു സീരീസിൽ അല്ലെങ്കിൽ 12ഉം 13 സീരീസിലൊക്കെ കളർ സയൻസും അത്യാവശ്യം നല്ലതാണ്. ബാക്കിയുള്ള ഡിവൈസിനെയും കാട്ടൊക്കെ ബെറ്റർ കളർ സയൻസ് ആണ്. അതുകൊണ്ട് ഈ ഫോൺ ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് 25,000 റുപ്പീസിനകത്ത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെതർ ബാക്കും അങ്ങനത്തെ കുറച്ച് പ്രീമിയം ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. എന്നാൽ ഇതിൻ്റെ മെയിൻ നെഗറ്റീവ് വരുന്നത് ഇതിൻ്റെ ചിപ്സെറ്റിലാണ്. സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. ആ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഹെവി ചിപ്സെറ്റ് അല്ല, എന്നാൽ 20,000 റുപ്പീസിനകത്തുള്ള കുറേ ഫോൺസിലൊക്കെ യൂസ് ചെയ്ത് വന്നിട്ടുള്ള ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനുള്ള ഫോണല്ല, നല്ലൊരു ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ ഈ ഒരു ഫോൺ 100% റെക്കമെൻഡഡ് ആണ്. 25,000 റുപ്പീസിനകത്ത് കിട്ടുകയാണെങ്കിൽ. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കാം, എന്നാൽ എനിക്ക് ഉറപ്പാണ് ബിഗ് ബില്യൺ ഡേയ്സിൽ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് താഴെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ഫോൺ ക്യാമറ സെൻട്രിക് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഫോൺ തന്നെയാണ്. സോണിയുടെ IMX890 പ്രൈമറി സെൻസർ കിട്ടുന്നുണ്ട്, ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നുണ്ട്, അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ക്യാമറ ഡിവൈസാണ്, തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാൻ 2 ഡിവൈസുകളുടെ പേര് പറയാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് കമൻറ്റ് സെക്ഷനിൽ കുറേ ആൾക്കാർ പറയാനുള്ള ചാൻസസ് ഉണ്ട്. മോട്ടറോളയുടെ Edge 50 Fusion എന്ന് പറയുന്ന ഡിവൈസ് അത്യാവശ്യം നല്ല ക്യാമറ സെൻട്രിക് ഡിവൈസാണ് 25,000 റുപ്പീസിനകത്ത്. എന്നാൽ ഈ ഫോൺ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ എനിക്ക് പറയാനുള്ള ഡിവൈസാണ് നമ്മുടെ OnePlusൻ്റെ Nord CE4. അപ്പോൾ Nord CE4 അത്യാവശ്യം നല്ല കിടിലൻ ഡിവൈസാണ്. സ്നാപ്ഡ്രാഗൻ്റെ 7th Gen 3 കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ UFS 3.1ൻ്റെ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. എന്നാൽ എനിക്ക് OnePlus റെക്കമെൻഡ് ചെയ്യാൻ പേടിയാണ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. OnePlusന് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. OnePlusൻ്റെ ഒരു കംപ്ലയിൻറ്റിൻ്റെ ഒരു മട തന്നെയാണ് ഇപ്പോൾ ട്വിറ്ററിൽ നടക്കുന്നത്. കാരണം OnePlusൻ്റെ പല സീരീസിനും പല ഇഷ്യൂസും ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഇഷ്യൂസ് അറിയാൻ വേണ്ടി ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ OnePlus അങ്ങനെ റെക്കമെൻഡ് ചെയ്യാത്തത്. മോട്ടറോള സ്റ്റോക്കിലും ഇല്ല ക്യാമറ ഡിവൈസായിട്ട് റെക്കമെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ OnePlus എടുക്കണമെങ്കിൽ എടുക്കാം, നല്ല ഡിവൈസാണ്. പക്ഷേ അറ്റ് യുവർ ഓൺ റിസ്ക് എടുക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. നേരത്തെ പറഞ്ഞ ഡിവൈസുകളായിരിക്കും ഫാർ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൺമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.